ഹായ് ഹലോ കൂട്ടുകാരെ. ഇന്ന് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു. നമുക്ക് വ്ളാത്താങ്കര ചേച്ചിയുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ കയറി വണ്ടി വിട്ടു. കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോവാറുണ്ട്. എനിക്കിഷ്ടമാണ് യാത്ര ചെയ്യാനും അമ്പലങ്ങളിൽ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വ്ളാത്താങ്കരയിലാണ് പോയത്. ഒരുപാട് തിങ്ങി നിരങ്ങിയ മരങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉള്ളൊരു നല്ല ഒരു തനി നാടൻ ഗ്രാമപ്രദേശമാണ്. അവിടെ ഇവിടെയായിട്ടൊക്കെ കുറേ വീടുകൾ കാണാനുണ്ട്, പിന്നെ ആറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലം കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ഇടവഴിക്കകത്തൂടെ കയറി ഒരു നാഗരുടെ അമ്പലമായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റേജ്, ചിലങ്ക എന്നുള്ളൊരു ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നു. രാവിലെ ഇഡലിയും സാമ്പാറൊക്കെ കാപ്പി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു ചെറിയ താമരക്കുളം നല്ല രസമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ 3 ദിവസത്തെ ഒരു ഉത്സവമായിരുന്നു. ഇല്ലത്തോടെ വെച്ച് നിർത്തി 3 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു. അങ്ങനെത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും, പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും പാൽപ്പായസം കിട്ടി. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ സദ്യ ഉണ്ടായിരുന്നു, ഗംഭീര സദ്യ. നമുക്ക് പക്ഷേ സദ്യ കഴിക്കാനൊന്നും പറ്റിയില്ല. നേരെ വീട്ടിലോട്ട് വരണം, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ മക്കൾ കയറി പോവുകയൊക്കെ ചെയ്ത്. എനിക്ക് പക്ഷെ പേടിയായിരുന്നേ. ചെറിയൊരു ഷേഡോ ഉള്ള സ്ഥലമല്ലേ, അപ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നപ്പോൾ അവിടെ ചെറിയ പാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാർക്ക് കണ്ടൊന്ന് നിർത്തി, കയറിയൊന്നുമില്ല. അങ്ങനെ അതും കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഗ്ലാമറസായി നിൽക്കാമെന്ന് കരുതി താമരക്കുളത്തിൻ്റെ അടുത്ത് നിന്നും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്, മോൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നല്ല രസമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.